ബി.ജെ.പി. നേതാവ് എ.കെ. ബാഹുലയൻ CPIM-ലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുമായി കൂടിക്കാഴ്ച നടത്തി. വെളിയിലിറങ്ങി ബി.ജെ.പിക്കാരനാണെന്ന് പറയാൻ നാണക്കേടെന്ന് എ.കെ. ബാഹുലയൻ. ബി.ജെ.പി. വർഗീയവാദികളുടെ പ്രസ്ഥാനം. ബി.ജെ.പിയിൽ ഇനിയും പ്രവർത്തിക്കാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്നും എ.കെ. ബാഹുലയൻ പറഞ്ഞു. ഹൃദ്യമായ ഒരു ചർച്ച നടന്നു. എനിക്ക് ഒരു മുസ്ലിം വിരോധം ഒരിക്കലും സാധ്യമല്ല. പിന്നെ എൻ്റെ ഗ്രാമത്തിലെ വീട്ടിൻ്റെ ചുറ്റും ക്രിസ്ത്യാനികളാണ്. വടക്കേ ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ ഉപദ്രവിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥതയാണ് എനിക്ക് വെളിയിറങ്ങി ബി.ജെ.പിക്കാരനെന്ന് പറയാൻ ഒരു നാണക്കേടുണ്ടായി. സാരംഗ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. സാരംഗ്, രൂക്ഷമായ വിമർശനങ്ങൾ ബി.ജെ.പിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിലടക്കം ബാഹുലയൻ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലേ? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിയുടെ ഒരു തുറന്ന് പറയലാണ്, അല്ലെങ്കിൽ തുറന്ന് കാട്ടലാണ് ബി.ജെ.പി. ഇതുവരെയും സ്വീകരിച്ചു പോന്നിരുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ മുൻ ദേശീയ കൗൺസിൽ അംഗമായിരുന്ന എ.കെ. ബാഹുലയൻ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ബഹുലമായ ചർച്ചകൾക്കൊടുവിൽ ബാഹുലയൻ ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടി. അതായത് സംഭവം ഇങ്ങനെയായിരുന്നു: ബി.ജെ.പി. ഇത്തരത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ നടത്താൻ അതിൻ്റെ ചുമതല OBC മോർച്ചയെ മാത്രം ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ പ്രതിഷേധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഒരു വിവാദം ഉണ്ടാകുന്നത്. ഇതിന് ശേഷമാണ് ബി.ജെ.പിയുടേത് സങ്കുചിതമായ നിലപാടാണെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ബാഹുലയൻ തൻ്റെ രാജിക്കാര്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ അറിയിക്കുന്നത്. തുടർന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യങ്ങളുമായി മുന്നോട്ട് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ചകൾ നടന്നിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുമായും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി വി. ജോയുമായും കെ ബാഹുലയൻ ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്നാണ് അതായത് ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അതായത് ഇനി മുതൽ ബാഹുലയൻ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത്. എന്തായാലും ബി.ജെ.പിക്കെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. ഒരു വർഗീയ പ്രസ്ഥാനമാണ്. ബി.ജെ.പിയുടെ ക്രിസ്ത്യാനികളോടും, അതായത് ക്രൈസ്തവരോടും അല്ലെങ്കിൽ മുസ്ലിമുകളോടുമുള്ള വിദ്വേഷം ഇതിനോടകം തന്നെ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വലിയ ഗുരുതരങ്ങൾ ഇത്തരത്തിൽ എ.കെ. ബാഹുലയൻ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത് ബി.ജെ.പി. ആണെന്നുള്ള നാട്യം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഗുരുദേവൻ്റെ യാതൊരു തരത്തിലുള്ള ആദർശങ്ങളെയും ബി.ജെ.പി. വിലക്കെടുക്കുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ആദർശങ്ങളോട് ബി.ജെ.പി. യാതൊരു തരത്തിലും താതാത്മ്യപ്പെട്ടു പോകുന്നില്ല എന്ന് തന്നെയാണ് ബാഹുലയൻ അറിയിച്ചത്. അത്തരത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് ചേർന്ന് പോകുന്ന ആകെ ഒരു പ്രസ്ഥാനം അത് CPM മാത്രമാണെന്നും ബാഹുലയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മുതൽ താൻ ഒരിക്കലും ബി.ജെ.പിക്കാരനായിരിക്കില്ല. അതുപോലെ തന്നെ ഇതുവരെ വലിയ പ്രയാസം നേരിട്ടിരുന്നു, അതായത് താൻ ബി.ജെ.പിക്കാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിൽ പോലും ഇതുവരെ വലിയ പ്രയാസം നേരിട്ടിരുന്നു. ഈ മുസ്ലിമുകളോടും ക്രിസ്ത്യാനികളോടുമുള്ള ബി.ജെ.പിയുടെ നിലപാടിൽ തനിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അത് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കാരണം, അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാരണം, എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാരണം കിട്ടാൻ വേണ്ടി മാത്രം താൻ ഇരിക്കുകയായിരുന്നു ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ എന്ന് തന്നെയാണ് ബാഹുലയൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് താൻ ഒരു ബി.ജെ.പിക്കാരനാണ് എന്ന് പറയുന്നതിൽ തനിക്ക് നാണക്കേടുണ്ട്, നാട്ടിൽ ബി.ജെ.പിക്കാരനാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിൽ പോലും തനിക്ക് അപമാനമുണ്ടെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് എന്തായാലും ബാഹുലയൻ നടത്തിയിട്ടുള്ളത്. എന്തിനായാലും ഇനി മുതൽ താനൊരു CPM-കാരനായിരിക്കുമെന്നും ഇടതുപക്ഷക്കാരനായിരിക്കുമെന്നും CPM-ൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കെ ബാഹുലയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അസിത, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സാരംഗ്.